നമസ്കാരം. അർജുനൻ ഉണ്ടല്ലോ, വരൂ. അർജുന, അകത്തേക്കിരിക്കാം. ശ്രീകുമാർ, ഇരിക്കൂ. അർജുനൻ എന്നോട് ക്ഷമിക്കണം. അപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥയിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി. അർജുനെ കൊല്ലാൻ ശ്രമിച്ച ഞാനാണെന്ന കാര്യം നിങ്ങൾ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചു. ഞാൻ ചെയ്ത തെറ്റിന്റെ ഗൗരവവും ശ്രീകുമാറിന്റെയും ലതികയുടെയും മനോവേദനയും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ശ്രീകുമാറിനെ തെറ്റുകാരനായി കാണാൻ എനിക്ക് കഴിയില്ല. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇതേ ചെയ്യുമായിരുന്നുള്ളൂ. ഞാൻ അർജുന്റെ വീട്ടിൽ പോയിരുന്നു. മോനെ വിട്ടു കൊടുത്തേ. വരൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഗ്രേസി, മോനെ ഒന്ന് നോക്കാവോ? ഞാൻ ഇപ്പൊ വരാം. മോനെ, കൊല്ലാൻ ശ്രമിച്ചവനോട് പക തോന്നാത്ത മനുഷ്യൻ വലിയവനാണ്. അയാളെ അടുത്തറിഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഇങ്ങനെ പരിചയപ്പെടേണ്ടി വന്നതിൽ വിഷമം തോന്നി. അത് എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാത്തതിലല്ല, മൊത്തത്തിലുള്ള അയാളുടെ പെരുമാറ്റം. അർജുനൻ നല്ലവനാണ് ലതി. പക്ഷേ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ആ മനുഷ്യനാണ്. പക്ഷെ അതിന് പരിഹാരം ചെയ്യാൻ അർജുനൻ തയ്യാറാണെങ്കിലോ? ശ്രീയേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. പക്ഷേ ഇനിയൊരു കുടുംബജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ, അത് പോട്ടെ. ഞാൻ ഈ 15-ാം തീയതി തിരിച്ചു പോകും. അതിനു മുമ്പായി എന്റെ വിവാഹം നടത്തി തരണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരിക്കുകയാണ്. അമ്മ തിരക്ക് പിടിച്ച് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയുമാണ്. എനിക്ക് ലതികയോടൊരു അപേക്ഷയുണ്ട്. നീ വന്നു വേണം എന്റെ വിവാഹം നടത്തി തരാൻ, എന്റെ പെങ്ങളെ പോലെ. നീ വരില്ലേ? പെട്ടി എവിടെ വെച്ചുള്ളൂ. ഒരു ഉപകാരം ചെയ്യൂ, അമ്മാവിന്റെ വീട്ടിൽ നിന്ന് ഈ വീടിന്റെ താക്കോലൊന്നും വാങ്ങിക്കൊണ്ടുവരൂ. അമ്പാട്ടുകാരനല്ലേ? അതെ.
ലതികെ, നീ എന്തിനാ താക്കോല് വെച്ചത്? ഇവിടെ താമസിക്കാൻ പോവാ? വരൂ. എത്ര നാളായി ഇവിടുന്ന് പോയിട്ടല്ലേ? എന്റെ മോളെ, അമ്മേ ദാ ലതിക വന്നിരിക്കുന്നു. അമ്മേ ദാ ലതിക വന്നിരിക്കുന്നു. ലതിക, അല്ല ലതിയെ മൂപ്പര് വന്നില്ലേ? മൂപ്പർക്ക് ലീവ് കിട്ടിയില്ല. വാ. കായ അരിയണത് കുറച്ച് കനം കുറച്ച് അരിഞ്ഞോളൂട്ടാ. ഇത് തന്നെ കുറെ കനം കൂടി. എണ്ണ കുടിക്കും. പാത്രം ഇത് മതിയോ? നല്ലോണം തുടച്ചില്ലേ? തേങ്ങയെല്ലാം ചെലവില്ലേ? എന്നാ പച്ചമുളക് കൂടെ നരിഞ്ഞു വെച്ചേ. വല്യമ്മേ, ഇത് കഴിഞ്ഞ് മഞ്ഞൾ പൊടിക്കണം കേട്ടോ. ഹലോ മിസ്റ്റർ അർജുനൻ, താങ്ക് യു ഫോർ യുവർ കമ്മിങ്. അവനെ ഉറങ്ങിപ്പോയോ? എന്താ ഇത്ര വൈകിയത്? ഞാൻ വഴിയിലൊരു ഫ്രണ്ടിനെ കണ്ടു. ആരാ? ഇത് മിസ്റ്റർ അർജുനൻ, കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ ചെയർമാൻ. അത് ശരി. അപ്പൊ നമ്മുടെ അരവിന്ദാക്ഷമനെ അറിയുമല്ലേ? മാരാത്തരവിന്ദാക്ഷമനൻ എനിക്കല്ലേ പരിചയമില്ല. വളരെ കാലം അദ്ദേഹം അവിടെ തന്നെയാണല്ലോ ജോലി ചെയ്യുന്നത്. അങ്ങനെ അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. രാവിലെ രക്ഷപ്പെട്ട നന്നായി. അച്ഛനായി ഭയങ്കര വാസമാ. അവര് കൊണ്ടിരുന്ന ഇത് മുണ്ടും നേരിയതാ വാങ്ങിച്ചതേ. അമ്മേ, ഇതെന്റെ അമ്മ, ഇതാ അച്ഛമ്മ. അമ്മ, ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇതാ അർജുനൻ, കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ ചെയർമാൻ, ലതികയുടെ ചീഫാ. നമസ്കാരം. ശ്രീ പറഞ്ഞിരുന്നു വരുമെന്ന്. ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഞാൻ വഴിയിലൊരു ഫ്രണ്ടിനെ കണ്ടിരുന്നു. ആരാതെ? ലതികയുടെ ഓഫീസറാമ്മേ. ലതികയുടെ ഓഫീസർ. എന്താ? ഇനി ഇതെല്ലാം അങ്ങ് കൊണ്ടുവച്ചേക്കട്ടോ. ഇരിക്ക്.
അല്ല കുറുപ്പേ, ആ പുറത്തേക്ക് നമുക്ക് ചായ കൊടുത്തോ? കൊടുത്തല്ലോ. ലതികേ, ലതികേ, ഹലോ. ലതികേ, അർജുന് കുടിക്കാൻ എന്താ? കാപ്പിയോ ചായയോ എന്താ വെച്ചാൽ എടുത്തോണ്ട് വാ. അർജുന്റെ പെട്ടിയൊക്കെ എവിടെ? ഞാൻ ടി വിയിൽ ഒരു മുറി എടുത്തു. അതെന്ത് പണിയാ കാണിച്ചത്? നമുക്കിവിടെ കൂടായിരുന്നല്ലോ. കുഴപ്പമില്ല, ഞാൻ രാവിലെ അമ്പലത്തിലെത്തിക്കോളാം. എനിക്ക് ചായ വേണ്ടായിരുന്നല്ലോ. എന്തോ? ഞാൻ ദേ വരുന്നു. ഒരു സെക്കൻഡ്, ഇപ്പൊ വന്നേക്കാം. ഉറങ്ങിപ്പോയി. ലതിക എപ്പോ വന്നു? ഞാൻ ഇന്നലെ എത്തി. എറണാകുളത്ത് നിന്ന് വണ്ടി ഓടിച്ചു വരുമ്പോ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. തിരിച്ചു പോകുമ്പോ അങ്ങനെ ആവരുമെന്ന് ആഗ്രഹമുണ്ട്.